പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് KS മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ച PYQ ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട PYQ സോൾവിംഗ് സെഷന്റെ കണ്ടിന്യൂഷൻ ആണ്. കാരണം ആ വീഡിയോയിൽ നമ്മൾ റിസർവ് ബാങ്ക് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത കൂട്ടത്തിൽ റിപ്പോ റേറ്റ് നിലവിൽ ഇനാക്റ്റീവ് ആണെന്നും അല്ലെങ്കിൽ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നാണ് ഇപ്പം നിങ്ങൾ RBIയുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ല, മറിച്ച് ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തുകൊണ്ട് റിവേഴ്സ് റിപ്പോ റേറ്റ് ഫിക്സഡ് ആക്കി എന്നതിന്റെ കാരണം അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ആ നിലയ്ക്ക് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്തുകൊണ്ട് റിവേഴ്സ് റിപ്പോ റേറ്റ് നിലവിൽ ഫിക്സഡ് ആണ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഇനാക്റ്റീവ് എന്ന് തന്നെ നമുക്ക് പറയാം. റിവേഴ്സ് റിപ്പോ റേറ്റ് നിലവിൽ ഫിക്സഡ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആണ്. അപ്പം മുമ്പ് വളരെയധികം നമ്മുടെ എക്കണോമിയിലെ മോണിറ്ററി മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ലിക്വിഡിറ്റി അബ്സോർപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൂള് എന്തുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഇനാക്റ്റീവായി മാറി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പോളിസി റിപ്പോ റേറ്റ്, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, ബാങ്ക് റേറ്റ്. ഏറ്റവും ഒടുക്കമാണ് ഇപ്പോൾ ഇതാ നോക്ക് ആരുടെ സ്ഥാനം, ഏറ്റവും അവസാനമാണ് ഇപ്പം ആ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റിന്റെ സ്ഥാനം. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആശാൻ ഇനാക്റ്റീവ് ആയിട്ടുണ്ട്, പക്ഷെ അബോളിഷ്ഡ് അല്ല, ഉപേക്ഷിച്ചിട്ടില്ല. RBI അതിനെ ഉപേക്ഷിച്ചിട്ടില്ല. RBIയുടെ ഡിസ്ക്രിപ്ഷന് വിട്ടിരിക്കുകയാണ് ഈ സാധനം. അങ്ങനെ തന്നെയാണ് ആ സർക്കുലർ പറയുന്നത്. ആ സർക്കുലറിൽ നിന്ന് ഉള്ള പോർഷൻ ഞാനിവിടെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പം 5 പോളിസി റേറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ അവസാന സ്ഥാനത്താണ് ഇപ്പം റിവേഴ്സ് റിപ്പോ റേറ്റ് കിടക്കുന്നത്. അത് ഫിക്സഡ് ആണെന്ന് അതിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനം നോക്കൂ, നമ്മുടെ പോളിസി റേറ്റ് ആണ്. രണ്ടാം സ്ഥാനം മറ്റൊരാൾ കയ്യേറിയിരിക്കുന്നു, അതാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. സോ ഒരു തരത്തിൽ നമുക്ക് പറയാൻ പറ്റും, ലിക്വിഡിറ്റി അബ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് റിവേഴ്സ് റിപ്പോ റേറ്റ് ചെയ്തിരുന്ന ഫംഗ്ഷൻ ചെയ്യുന്ന ടൂളിൽ നിന്ന് ഇപ്പൊ ഏതാണ്? സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ആണ്. അപ്പൊ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി കൊണ്ട് എന്തിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു? നമ്മുടെ റിവേഴ്സ് റിപ്പോ റേറ്റിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്താണ് സംഭവിച്ചത്? സംഭവങ്ങളെല്ലാം നടന്നത് നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ആ കോവിഡ് ഇൻഡ്യൂസ്ഡ് ലോക്ക്ഡൗൺ ഉണ്ടല്ലോ, ആ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ എന്താ പറയണ്ടേ, ഇങ്ങനൊരു മാറ്റത്തിന്റെ തുടക്കം. അത് തുടങ്ങി SDF വന്ന സമയത്ത് ഇത് ഇനാക്റ്റീവായി. അത്ര അറിഞ്ഞാൽ മതി. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികം ഡേറ്റ ഒന്നും നമ്മുടെ ഒരു പബ്ലിക് ഡൊമൈനിൽ, ഞാൻ പറഞ്ഞത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ പോയി യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഇമേജസിലോ ഗൂഗിളിലോ പോയിട്ട് നമുക്ക് അതിന്റെ ഫിഗേഴ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഉള്ളതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയണ്ടേ, ഇൻഫോമാറ്റിക് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഇതാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം April 5, 2016 തൊട്ട് April 17, 2020 വരെ ഉള്ള ഈ റിപ്പോ റേറ്റിന്റെയും റിവേഴ്സ് റിപ്പോ റേറ്റിന്റെയും ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ചലനം കാണാൻ പറ്റും. ഇത് തമ്മിലുള്ള ബന്ധം ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ. റിപ്പോ റേറ്റ് മാത്രമേ ഇപ്പോൾ പ്രഖ്യാപിക്കാറുള്ളൂ, കാരണം അതാണ് പോളിസി റേറ്റ്. ബാക്കി റേറ്റുകളെല്ലാം ഈ റിപ്പോ റേറ്റുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു MSF റിപ്പോയും തമ്മിലുള്ള ബന്ധം എന്താണ്? റിപ്പോ എത്രയാണോ അതിനേക്കാൾ 25 ബേസിസ് പോയിന്റ്സ് കൂടുതലായിരിക്കും എന്ത് MSF എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റിപ്പോ ഇവിടെ 6.5%, MSF 6.25%. ഇതാ നോക്കൂ, റിവേഴ്സ് റിപ്പോ റേറ്റ് 25 ബേസിസ് പോയിന്റ്സ് കുറവായിരിക്കണം, പക്ഷെ ഇപ്പൊ ഫിക്സഡ് ആയിട്ട് 3.35 റിവേഴ്സ് റിപ്പോ റേറ്റിന് പകരം വന്നതാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. റിപ്പോ 6 ആയപ്പോൾ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 6.25%. സോ ഈ ബന്ധം റിപ്പോയായിട്ട് ബാക്കി റേറ്റുകൾക്കുള്ള ആ ബന്ധം, ആ ഒരു ഡിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രസ്റ്റ് കോറിഡോർ. എന്താണ്? ഇൻട്രസ്റ്റ് കോറിഡോർ എന്നാണ് അതിന് വിളിക്കുന്നത്. ഇൻട്രസ്റ്റ് കോറിഡോർ. ഈ ഇമേജ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ഇമേജിന്റെ അകത്ത് റിപ്പോയും റിവേഴ്സ് റിപ്പോയും തമ്മിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കോറിഡോർ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാ നോക്കൂ, നമ്മുടെ ഒരു 2017 April 6 തൊട്ട് ഇങ്ങോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2020 March 27 വരെയും 2020 March 27 ഒരു പോളിസി ഡിസിഷൻ ഉണ്ടാവുന്നത് വരെയും ഇത് രണ്ടും തമ്മിലുള്ള ആ ഇൻട്രസ്റ്റ് കോറിഡോർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? 25 ബേസിസ് പോയിന്റ്സ് ആണ്. 25 ബേസിസ് പോയിന്റ് ഈ ഡിസ്റ്റൻസ്, ഈ ദൂരം 25 ബേസിസ് പോയിന്റ്സ് ഡിഫറൻസ് ആണ്.
റിപ്പോ 6.5 ആകുമ്പോൾ റിവേഴ്സ് റിപ്പോ 6.25, റിപ്പോ 6 ആകുമ്പോൾ റിവേഴ്സ് റിപ്പോ 5.25. അപ്പൊ നമുക്ക് ആ കോവിഡുമായിട്ട് അനുബന്ധിച്ച് ഉള്ള വർഷങ്ങളിൽ, കോവിഡിലേക്ക് എത്തിയ വർഷങ്ങളിൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യ ഒരു എക്കണോമിക് സ്ലോ ഡൗണിലായിരുന്നു. കോവിഡ് ആയപ്പോൾ അത് റിസഷനിലോട്ട് പോവുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് RBI എടുത്ത നയങ്ങളുടെ ഒരു സ്വഭാവം കാണാൻ പറ്റും. RBI ആ 2019 തുടങ്ങിയ റേറ്റ് കട്ട് ഏറ്റവും കുറഞ്ഞ റിപ്പോ റേറ്റിലാണ് ചെന്ന് നിന്നത്. അതായത് നമ്മൾ കാണുന്ന പോലെ 6 തുടങ്ങിയിട്ട് അത് നമ്മൾ ശരിക്കും കോവിഡിന്റെ സമയത്ത് 4% റിപ്പോ റേറ്റിലേക്ക് പോകുന്നുണ്ട്. സോ ഇങ്ങനെ റിപ്പോ റേറ്റ് കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കോവിഡ് എത്തിയപ്പം മീൻസ് കോവിഡ് ലോക്ക്ഡൌൺ ആയ സമയത്താണ് അവർ 4% എത്തുന്നത്. 5 താഴെ പോകുന്നു, പിന്നെ 4% എത്തുന്നു. അപ്പൊ നമുക്കറിയാം റിപ്പോ റേറ്റ് കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇൻജക്റ്റിംഗ് ലിക്വിഡിറ്റി ആണ്. എന്താണ്? ഇൻജക്റ്റിംഗ് ലിക്വിഡിറ്റി ആണ്. കൂടുതൽ ക്യാഷ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് RBI പോളിസി റേറ്റ് ആയിട്ടുള്ള റിപ്പോ റേറ്റ് എന്ന് പറയുന്ന ബാങ്കുകൾക്ക് നൽകുന്ന ഓവർനൈറ്റ് ലെൻഡിങ് ഫെസിലിറ്റി ആയിട്ടുള്ള റിപ്പോ ഫെസിലിറ്റിയുടെ നിരക്ക് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ലക്ഷം കോടി രൂപ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ആയിട്ട് എവിടെ എത്തും? നമ്മുടെ സംവിധാനത്തിൽ അല്ലെ നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെ നമ്മുടെ എക്കണോമിയിൽ എത്തും. സോ റിപ്പോ റേറ്റ് കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ എക്കണോമിയിലേക്ക് പണം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇൻജക്ട് ചെയ്തുകൊണ്ട് എക്കണോമിക് ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുക എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അതിന് ആനുപാതികമായിട്ട് ബാങ്കുകൾ എന്ത് ചെയ്യേണ്ടി വരും? ബാങ്കുകളും RBI ബാങ്കുകൾക്ക് കൊടുക്കുന്ന പലിശ നിരക്കിലുള്ള ഇളവ് ജനങ്ങൾക്കും ബിസിനസിനും ട്രേഡേഴ്സിനും ഒക്കെ നൽകണം. ഇതാണ് അതിന്റെ വെപ്പ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ ഈസ് എ കൺട്രി വിത്ത് ബാഡ് ലോൺ ഇഷ്യൂ. ഓക്കെ, ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ ഞാൻ പറയുന്ന ക്ലാസ് ശ്രദ്ധിക്കുക. ബാക്കി ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വിഷയത്തിലോട്ട് പോയി. ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ വളരെ വലിയ ഇന്ത്യയുടെ ബാങ്കിങ് ഹെൽത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബാങ്കിങ് ഹെൽത്ത് അത്ര ഓക്കെ ഒന്നുമല്ല. ഇന്ത്യ ഈസ് എ കൺട്രി വിത്ത് ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം, അല്ലെങ്കിൽ വളരെ വലിയ ഒരു ബാഡ് ലോൺ ഇഷ്യൂ അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ്സ്, കിട്ടാക്കടം. ബാങ്കുകൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യമാണെന്ത്? ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് ഓൾവേസ് ആൻ ഇൻസെന്റീവ് ടു ഡീഫോൾട്ട് എന്ന് പറയാൻ പറ്റും. ഈവൻ രാഷ്ട്രീയക്കാർ പോലും ജനങ്ങളെ കടം എടുത്തു കഴിഞ്ഞാൽ, ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാതിരിക്കാനുള്ള ഇൻസെന്റീവ് നൽകാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ലോണുകൾ എഴുതി തള്ളുക. ചില തെരഞ്ഞെടുപ്പിന് ശേഷം ചില പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും? വലിയൊരു തുക അവർ ലോൺ എഴുതി തള്ളും. സോ ഇതിന്റെയൊക്കെ ബേർഡൻ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പ്രഷർ വരുന്ന ആർക്കാണ്? ബാങ്ക്സിനാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. RBI കോവിഡിന് മുന്നേ തന്നെ റേറ്റ് കട്ട് ചെയ്യാൻ തുടങ്ങി. ലോക്ക്ഡൌണും കൂടെ ആയപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അല്ലെങ്കിൽ ഗവൺമെന്റ് ആ സമയം എടുത്ത ഒരു ഫിസ്ക്കൽ ഈ ബൂസ്റ്റിംഗ് 3 ബൂസ്റ്റർ പാക്കേജ് ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് നിർമ്മല സീതാരാമൻ ആസ് ഫിനാൻസ് മിനിസ്റ്റർ. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുന്നു. സോ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് RBI ഗവൺമെന്റിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ മനോഭാവം മനസ്സിലാക്കിക്കൊണ്ട് റേറ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ഈ കുറഞ്ഞ റിപ്പോ റേറ്റിന്റെ ആനുകൂല്യം നമ്മുടെ എക്കണോമിക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബാങ്കുകളിലേക്ക് പൈസ വന്നു, എന്നാൽ ബാങ്കുകൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ വീഴ്ച കാണിച്ചിട്ടുണ്ട്. അതാണ് ഫെയിലിയർ ഇൻ മോണിറ്ററി ട്രാൻസ്മിഷൻ എന്നൊക്കെ പറയുന്നത്. എന്താണ്? ആ RBI കൊടുക്കുന്ന ഇളവ് അല്ലെ റേറ്റ് കട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരും. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ എടുക്കുകയാണെങ്കിൽ ഒരു ഗിവൺ ടൈമിൽ ഞാൻ പറയാണ്, ഒരു 5 വർഷ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം ഒരു 350 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്ത്, അതായത് 3.5% റേറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫിഗറിലല്ല, ഞാൻ പറഞ്ഞതാണ് ഓവർ ദ സ്പാൻ ഓഫ് ഒരു 5 to 8 ഇയേഴ്സിൽ ഒരു 350 ബേസിസ് പോയിന്റ്സോളം RBI റേറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ റേറ്റ് കട്ട് ചെയ്യുന്ന ആനുപാതികമായിട്ട് സിസ്റ്റത്തിലെ ബാങ്കുകളുടെ റേറ്റ് കട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 200 ബേസിസ് പോയിന്റ്സ് പോലും ഇല്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 180 ബേസിസ് പോയിന്റ്സ്, ഒരു 1.8% നിരക്ക് ഇളവ് മാത്രമേ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ പറയുന്ന പോലെ അവരുടെ ലെൻഡിങ് റേറ്റിൽ കൊണ്ടുവരുന്നുള്ളൂ. ഈ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു ഡിസ്പാരിറ്റി ഉണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2020 മാർച്ച് 27 ഈ ഇൻട്രസ്റ്റ് കോറിഡോർ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട്, സാധാരണ നമുക്കറിയാം റിപ്പോ റേറ്റ് മാത്രമേ പ്രഖ്യാപിക്കുള്ളൂ. RBI എന്ത് ചെയ്യുന്നു? റിപ്പോ റേറ്റ് പ്രഖ്യാപിച്ചിട്ട് തനിച്ച് സ്വന്തം നിലയ്ക്ക് റിവേഴ്സ് റിപ്പോ റേറ്റും പ്രഖ്യാപിക്കുന്നു. അങ്ങനെ റിവേഴ്സ് റിപ്പോ റേറ്റ് പ്രഖ്യാപിക്കാറില്ലായിരുന്നു. എന്തേ പ്രഖ്യാപിക്കത്തുള്ളായിരുന്നു? റിപ്പോ റേറ്റ് മാത്രമേ പ്രഖ്യാപിക്കത്തുള്ളായിരുന്നു. റിപ്പോ കുറയുന്നതിനും കൂടുന്നതിനും അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ആയിരുന്നു റിവേഴ്സ് റിപ്പോ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2020 മാർച്ച് 27 എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI
റിവേഴ്സ് റിപ്പോ റേറ്റ് തനിച്ച് പ്രഖ്യാപിക്കുകയാണ്. മീൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ആ കോറിഡോർ ബന്ധം വിച്ഛേദിക്കുകയാണ്. ഓക്കെ, അതായത് റിപ്പോ 4.4 റിവേഴ്സ് റിപ്പോ 4% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയുടെ 40 ബേസിസ് പോയിന്റ്സ് ആയില്ലേ? ഇൻഡിവിജ്വൽ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇത് എന്തിന്റെ സൂചനയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളുടെ കയ്യിൽ ധാരാളം പൈസ വന്നിട്ടുണ്ട്. ആ എക്സസ് മണി ജനങ്ങൾക്ക് അവർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ ഈ പറയുന്നത് പോലെ RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. കാരണം ബാങ്കുകൾക്ക് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി വഴി തങ്ങളുടെ കയ്യിലുള്ള എക്സസ് ഫണ്ട് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അല്ലേ റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി. അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾക്ക് പലിശ കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? RBIക്കുണ്ട്. സോ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 25 ബേസിസ് പോയിന്റ്സ് എന്നുള്ള ആ ബന്ധം വിച്ഛേദിച്ച് എന്താക്കിയത്? 40 ബേസിസ് പോയിന്റ്സിന്റെ വ്യത്യാസത്തിൽ 4% റിവേഴ്സ് റിപ്പോ റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. തൊട്ടടുത്ത മാസം രണ്ടാമത്തെ റേറ്റ് കട്ട് ഉണ്ടാവുന്നു. അതായത് റിപ്പോ റേറ്റ് 4.4 തന്നെ തുടരുമ്പം വീണ്ടും ഒരു 25 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്ത് 3.25% എന്ത് കുറയ്ക്കുന്നു? റിവേഴ്സ് റിപ്പോ റേറ്റ് കുറയ്ക്കുന്നു. ഇത് എവിടെ വരെ തുടർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ SDF എന്ന് പറയുന്ന പുതിയ ലിക്വിഡിറ്റി അബ്സോർപ്ഷൻ മെക്കാനിസം കൊണ്ടുവരുന്നത് വരെ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയും റിവേഴ്സ് റിപ്പോ റേറ്റ് ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ള നിലയ്ക്ക് 3.25% തുടരുകയും റിപ്പോ കുറച്ച് 4% എത്തിക്കുകയും ചെയ്തു. അന്നേരം ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും 25 ബേസിസ് പോയിന്റ്സ് ആയി. അങ്ങനെ ഇരിക്കെ ശ്രദ്ധിക്കണം, ഏപ്രിൽ മാസം ആ ഡേറ്റ് ഒന്ന് നോക്കാം. അടുത്ത സ്ലൈഡിൽ അതിന്റെ ഡേറ്റ് ഉണ്ട്. ഫാക്ട്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇതാ നോക്കൂ. ഏപ്രിൽ മാസം 2022 ഏപ്രിൽ മാസം 8-ാം തീയതി RBI പ്രഖ്യാപിക്കുകയാണ് എന്ത്? തങ്ങൾ SDF എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഫോർ ലിക്വിഡിറ്റി അബ്സോർപ്ഷന് വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഇത് പ്രഖ്യാപിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഇനി മുതൽ റിവേഴ്സ് റിപ്പോയ്ക്ക് പകരം റിവേഴ്സ് റിപ്പോ നടത്തിക്കൊണ്ടിരുന്ന അല്ലെ റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ഇനി SDF വഴിയായിരിക്കും ഉണ്ടാവുക. രണ്ട് മാറ്റമാണ് ഉണ്ടായത്. ഒന്ന്, ഈ SDF എന്തിനെ റീപ്ലേസ് ചെയ്തു? റിവേഴ്സ് റിപ്പോ റേറ്റിനെ റീപ്ലേസ് ചെയ്തു. മാത്രമല്ല, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കുമെന്നും അത് 3.35% നിലനിൽക്കുമെന്നും ആ സർക്കുലറിൽ പറയുന്നു. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. റിവേഴ്സ് റിപ്പോയിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏപ്രിൽ 8, 2022 എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് പുറമെ ആ സർക്കുലറിൽ തന്നെ അവർ പറയുന്നു റിവേഴ്സ് റിപ്പോ റേറ്റ് അബോളിഷ് ചെയ്യുന്നില്ല, പക്ഷെ ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ട് 3.35% ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യുമെന്നും കൂടെ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, സോ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഇത് ഫിക്സഡ് റിവേഴ്സ് റിപ്പോ ആക്കി വെച്ചേക്കുന്നത്. കാരണം ബാങ്കുകളുടെ കയ്യിൽ വന്നു ചേർന്ന കോവിഡിന്റെ സമയത്ത് ധാരാളമായിട്ട് ബാങ്കുകളിലേക്ക് എത്തിച്ചേർന്ന, അതായത് ജനങ്ങളുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബൂസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബാങ്കുകളിൽ എത്തിച്ചേർന്ന ആ തുക ബാങ്കുകൾ അതിനായിട്ട് വിനിയോഗിക്കാതെ അവരത് പലിശ കിട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റി കൊളാട്രൽ ആണല്ലോ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങി വെച്ചുകൊണ്ട് RBIയിൽ കൊണ്ടു ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് എക്സ്ട്രാ ലാഭം ഉണ്ടാക്കുന്ന പ്രവണത തടയുന്നതിന് വേണ്ടിയാണ് എന്ത് ഫിക്സഡ് ആക്കിയത്? റിവേഴ്സ് റിപ്പോ റേറ്റ് ഫിക്സഡ് ആക്കിയത്. അത് 3.35% ആണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏപ്രിൽ മാസം 2022 മുതൽ ഇന്ന് ഈ ദിവസം വരെ, അതായത് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ഏതാണ് 2025 ഫെബ്രുവരി വരെയും നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? 3.35% ഫിക്സഡ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ബാങ്കുകളുടെ കയ്യിലുള്ള എക്സസ് ഫണ്ട് ഇന്ന് എങ്ങനെ അബ്സോർബ് ചെയ്യുന്നത്? ഇന്ന് അബ്സോർബ് ചെയ്യുന്നത് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇതാ നോക്കൂ, എന്താണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നോക്കുക. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അതിൽ അറിഞ്ഞിരിക്കണം. ഒന്ന്, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോ റേറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോ എത്രയാണോ അതിനേക്കാളും 25 ബേസിസ് പോയിന്റ്സ് കുറവാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. ഇനി അടുത്തൊരു പോയിന്റ് നിങ്ങൾ അറിയേണ്ടത്, ഇത് നോൺ കൊളാട്രൽ ആണ്. ഇതെന്താണ്? നോൺ കൊളാട്രൽ ആണ്. അതായത് ബാങ്കുകൾക്ക് തങ്ങളുടെ കയ്യിലുള്ള എക്സസ് ഫണ്ട് RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പം പകരം RBI ഈ ബാങ്കുകൾക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? കൊളാട്രൽ ആയിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇത് നോൺ കൊളാട്രൽ ഫെസിലിറ്റി ആണ്. സോ ആ നിലയ്ക്ക് ബാങ്കുകൾക്കും RBIക്കും ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത്രയും കാര്യം ഓർത്താൽ മതി, ഇത് നോൺ കൊളാട്രൽ ആണെന്ന് ഓർത്താൽ മതി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മാറ്റം. കഴിഞ്ഞ ഒരു 4 അല്ലെങ്കിൽ 5 വർഷത്തിനിടയിൽ ഈ ഒരു പുതിയ ഇൻസ്ട്രുമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും നേരത്തെ ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു
ഇൻസ്ട്രുമെന്റ് ഇനാക്റ്റീവ് ആവുകയും ചെയ്തു. ഓക്കെ, വളരെ ചുരുക്കത്തിൽ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് അതിന് എന്ത് ചെയ്തത്, ഫിക്സഡ് ആക്കിയത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇനി ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഇനി ഒരു RBIയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുന്നത് വരെയും ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് ഫിക്സഡ് ആയിട്ട് ഇനാക്റ്റീവ് ആയിട്ട് തുടരും. ഇപ്പം നിലവിൽ എന്താണ് ഓപ്പറേഷനിലുള്ളത്, സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ആണ് ഓപ്പറേഷനിലുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.